സൂര്യന്റെ വലിയ ചൂടുണ്ടെങ്കിലും ആളുകൾ വൈകുന്നേരമൊക്കെ വിശാലമായി ഇങ്ങനെ ചെലവഴിക്കാൻ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരമൊക്കെ ചെലവഴിക്കാനായി ബീച്ചിലേക്ക് കൂട്ടത്തോടെ ആളുകൾ എത്തുന്ന സമയം കൂടിയാണ്. അജേഷ്, ആളുകളൊക്കെ പൊതുവിൽ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് മൂഡിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിനൊട്ടും കുറവില്ലല്ലോ. എങ്ങനെയുണ്ട് മണ്ഡലത്തിന്റെ പൊതുചിത്രം? പയ്യാമ്പലം ബീച്ച്, അത് കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ് പയ്യാമ്പലം ബീച്ച്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആളുകളെല്ലാം വലിയ ഉത്സാഹത്തിലാണ്. കാരണം ഈ ചൂട് കൂടുതലാണെങ്കിൽ പോലും എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓടി എത്താനുള്ള തിരക്കിലാണ്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് വന്നത്, അവിടെ പോലും ആളുകൾ വലിയ തിരക്കുണ്ടെങ്കിൽ പോലും ആളുകൾക്കെല്ലാം രാഷ്ട്രീയ ബോധ്യമുണ്ട്. അവരെല്ലാം ഒരു തീരുമാനിച്ചുറച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ LDF, കണ്ണൂർ ജില്ല LDFിൻ്റെ കോട്ടയാണെങ്കിൽ, CPMൻ്റെ കോട്ടയാണെങ്കിൽ പറയുമ്പോൾ പോലും കണ്ണൂർ മണ്ഡലത്തിൽ LDFിന് അത്ര ശക്തിയില്ല. കാരണം കഴിഞ്ഞ 2 തവണ കടന്നപ്പള്ളിയാണ് ജയിച്ചെങ്കിൽ പോലും ചെറിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ 1800 വോട്ടുകൾക്ക്, അതിനു മുമ്പേ 2016 1000-ന് താഴെ വോട്ടുകൾക്കുമാണ് ജയിച്ചത്. ഇത്തവണ TO മോഹനൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, C രഘുനാഥ്, ഇങ്ങനെ 3 പേരാണ് മത്സരത്തിനുള്ളത്. നേരത്തെ K സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിച്ചു. വളരെ പ്രശ്നം വിവാദമൊക്കെ ആയ ഒരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണ എന്താണ് ആളുകളുടെ ചിന്ത എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത്രയും സസ്പെൻസാണ്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും അറിയാവുന്നൊരവസ്ഥയിലാണ്. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടടക്കം നിർണായകമാണ് കണ്ണൂർ മണ്ഡലത്തിൽ. എന്തായാലും കണ്ണൂരിലെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് അവസാനം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 തവണയും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും കണ്ണൂരിലെ ഒരു സ്ഥിതി നമുക്ക് എന്തായാലും ആളുകളോടൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്തായാലും അജേഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബീച്ചിലാണുള്ളത്, പയ്യാമ്പലം ബീച്ചിലാണുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ആളുകളിലേക്ക് പോകാം. അപ്പോൾ അതിനു മുൻപ് അജേഷ് പറഞ്ഞതാണ് കണ്ണൂരിന്റെ പൊതു ചിത്രം. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അതിശക്തമായ ഒരു മത്സരം നടക്കുന്ന കണ്ണൂരിന്റെ കാഴ്ചകളിലേക്കാണ്.